ഫസ്റ്റ് ഇതാണ്, ചെയ്തോ. ചോദ്യം ഇങ്ങനെയാണ്. ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഴ്സ് ആർ ഓപ്ഷൻ എ changes in taxes and government transfer payments that occur when the level of income changes. Changes in the level of income that occur due to changes in tax rates and government transfer payments. Variables that lead to an increase in public revenue. Changes in government expenditure that lead to an increase in income levels. ഇംഗ്ലീഷ് വായിച്ചാൽ പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ട്രാൻസ്ഫർ പേയ്മെന്റിലും ഉണ്ടാകുന്ന മാറ്റം, നികുതി നിരക്കിനും ട്രാൻസ്ഫർ പേയ്മെന്റിനും മാറ്റം വരുന്നത് മൂലം വരുമാനത്തിന്റെ നിലയ്ക്ക് വരുന്ന മാറ്റം, പൊതുവരുമാനത്തിന്റെ അഥവാ റവന്യൂവിന്റെ വർധനവിന് കാരണമാകുന്ന വേരിയബിൾസ്, വരുമാന വർധനവ് മൂലം ഉണ്ടാകുന്ന സർക്കാരിന്റെ ചെലവിലെ മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് ഈ പറയുന്ന അതായത് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. അതായത് ബാഹ്യ ഇടപെടലുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ അതിൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമ്മൾ പഠിച്ചതായിരുന്നു ആനുപാതിക നികുതി എന്ന് പറയുന്നത് അല്ലെ. ആനുപാതിക നികുതി, പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ, തൊഴിലില്ലായ്മ, വേതനം എല്ലാം അതിൽ വരുന്നതാണ്. വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ, വരുമാനം കൂടുന്ന സമയത്ത് നികുതിയും എന്ത് ചെയ്യടാ, നികുതിക്കും വ്യത്യാസം ഉണ്ടാകും അല്ലേ. മനസ്സിലായില്ലേ? അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമല്ലേടാ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ വരുമാനം കൂടുന്നതനുസരിച്ച് ആ ടാക്സിന് വ്യത്യാസം ഉണ്ടാകത്തില്ലേ? ഉണ്ടാവും. ഓക്കെ, അതായത് വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റിനും ഉണ്ടാകുന്ന മാറ്റം എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ കേട്ടോ. ഓക്കെ, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ എന്നുള്ള സ്പെല്ല് തെറ്റാണ്, ഫിസിക്കൽ എന്നാണ് വരേണ്ടത് കേട്ടോ. മലയാളത്തിലോട്ടോ അത് ചേഞ്ച് ആയി വന്നപ്പോഴാണ് അങ്ങനെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോടാ. ശരി, അപ്പൊ അവിടെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റിനും ഉണ്ടാകുന്ന മാറ്റം. ഓക്കെ, അതാണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത രണ്ടാമത്തെ ചോദ്യം ചെയ്തേ. വിച്ച് among the following provision of the Indian Constitution was given effect from November 26, 1949? ഇത് നിങ്ങൾക്ക് പഠിക്കാൻ തന്ന ടോപ്പിക്കിൽ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. പഠിക്കാൻ തന്ന ടോപ്പിക്കിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. അതായത് പൗരത്വം നിലവിൽ വന്നത് 1949 നവംബർ മാസം 26 കാര്യം നിങ്ങൾക്ക് അറിയാം. പൗരത്വമാണ് ആൻസർ. പൗരത്വം, സിറ്റിസൺഷിപ്പ് ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. രണ്ടാമത്തെ ആൻസർ സി ആണേ. ഓക്കെ, അടുത്ത മൂന്നാമത്തത്. വിച്ച് among the following fundamental right is available to foreigners? താഴെ പറയുന്നതിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? ഓക്കെ, ആർട്ടിക്കിൾ 19 അതായത് നമ്മുടെ മൗലിക സ്വാതന്ത്ര്യങ്ങൾ പറയുന്നത് വിദേശികൾക്ക് ലഭ്യമാണോ? ഇല്ല, അത് ഇന്ത്യക്കാർക്ക് മാത്രം ലഭ്യമായിട്ടുള്ളതാണ്. ഓക്കെ, ആർട്ടിക്കിൾ 16 നിയമനങ്ങളിലെ അവസര സമത്വം, അത് വിദേശികൾക്ക് ലഭ്യമാണോ? ഇല്ല, അത് വിദേശികൾക്ക് ലഭ്യമല്ല, അത് ഇന്ത്യക്കാർക്ക് മാത്രം ലഭ്യമായിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 15 വിവേചനങ്ങൾക്കെതിരെ, ജാതി, മതം, വർണ്ണം, ഭാഷ, സ്ഥലം, ഇതിന്റെയൊക്കെ പേരിൽ വിവേചനങ്ങൾ പാടില്ല. ആർട്ടിക്കിൾ 15 അതും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമായിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 14 നിയമസമത്വം അല്ലേ. നിയമത്തിന് മുന്നിൽ സമത്വം, അത് വിദേശ പൗരന്മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ആർട്ടിക്കിൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. 15, 16, 19. ഇനി 2 ആർട്ടിക്കിൾ കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? 15, 16, 19, 29, 29, 30. ഇത്രയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന ആർട്ടിക്കിൾസ് കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആർട്ടിക്കിൾ 14 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത, when was the second proclamation of emergency was made in India under Article 352? ഇന്ത്യയിൽ രണ്ടാമത്തെ എമർജൻസി അല്ലെങ്കിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോഴെന്നാണ് ചോദ്യം.
രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷമൊക്കെ അറിയാം നമുക്ക്. 1971 രണ്ടാമത്തെ അടിയന്തരാവസ്ഥ. ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ അതായത് ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1971 ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത ചോദ്യം, വിച്ച് among the following items is in the concurrent list of 7th schedule? 7ാം പട്ടികയിലെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. നോക്കാം. പോസ്റ്റസ് ആൻഡ് ടെലഗ്രാഫ്, ഒന്നാമത്തത് പോസ്റ്റസ് ആൻഡ് ടെലഗ്രാഫ് കൺകറന്റ് ലിസ്റ്റിലാണോ? അല്ല, പോസ്റ്റസ് ആൻഡ് ടെലഗ്രാഫ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് അല്ലേ? പോസ്റ്റസ് ആൻഡ് ടെലഗ്രാഫ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. പോലീസ് എന്നത് ഏത് ലിസ്റ്റിലാണ് വരുന്നത്? പോലീസ് എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, പൊതുജനാരോഗ്യം ശുചിത്വവും ഏതിലാണ് വരുന്നത്? അതും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ഇൻഷുറൻസ് ആണ്. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസുമാണ് ഏതിൽ വരുന്നത് കുട്ടികളെ? നമ്മുടെ ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, കൊള്ളാം. അടുത്ത ചോദ്യം, when India celebrated its first Republic Day, who was the chief guest of Republic Day parade? ഈ ക്വസ്റ്റ്യൻ നമ്മൾ അല്ല ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ആരായിരുന്നു ഈ പരേഡില് മുഖ്യ അതിഥി? ആദ്യത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ 1950 ജനുവരി 26 ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുകർണോയാണ് അല്ലെ? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുകർണോ ആയിരുന്നു അതിലെ മുഖ്യ അതിഥി. അതിലെ മുഖ്യ അതിഥി. ഓക്കെ, കൊള്ളാം. അടുത്ത്, ദ ടേം ഇ ക്രാന്തി ഈസ് റിലേറ്റഡ് ടു automation of electronic industry, electronic delivery of services, digital broadband access, solar electric project. ഏതാണ് ആൻസർ? ഈ ക്രാന്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ക്രാന്തി ഇലക്ട്രോണിക് ഡെലിവറി ഓഫ് സർവീസ്, അതായത് നമ്മുടെ ഇ ഗവേണൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ. ഞാനത് നാളെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക്. ഓക്കെ, അതായത് നമ്മുടെ ഇ ഗവേണൻസുമായി അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ നാളെ ഞാനിത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈശ്രം പോർട്ടൽ ഞാൻ നാളെ ചോദ്യം ചോദിക്കും. അതുപോലെ തന്നെ നമ്മുടെ NEGP നാളെ ചോദ്യം ചോദിക്കും. അത് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടാണ് വരേണ്ടത്. നമ്മൾ നാളെ ഈ ക്രാന്തിയും ഡിജിറ്റൽ ഇന്ത്യയൊക്കെ നമ്മൾ നാളെ പഠിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്? ഓക്കെ, ശരി. അടുത്ത, whom among the following is a member of the selection committee for the Chief Information Commissioner of India? അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗമാരെന്നാണ് ചോദ്യം. ആരാണ് പിള്ളേരെ? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് അതിലൊരു അംഗമാണ് അല്ലെ? ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഒരു അംഗമാണ്. എത്ര അംഗങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം? 3 അംഗങ്ങളാണുള്ളത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു അംഗമാണല്ലേ? ഒരു അംഗമാണ്. പിന്നെ നമ്മുടെ ലോകസഭ പ്രതിപക്ഷ നേതാവ്, ലോകസഭ ഓപ്പോസിഷൻ ലീഡർ ഒരു അംഗമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു അംഗം കൂടെ വരുന്നുണ്ട്. ഒരു അംഗം ആരാണ്? നമ്മുടെ PM, അതായത് പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലേ? പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ. അങ്ങനെ 3 അംഗങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണർ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പാനലിൽ ഉള്ളത്. ഓക്കെ, സ്റ്റേറ്റ് ആകുമ്പോഴോ സംസ്ഥാനമാകുമ്പോഴോ ആരൊക്കെ വരുന്നത്? സ്റ്റേറ്റ് ആകുമ്പോൾ CM, പിന്നെ ഓപ്പോസിഷൻ ലീഡർ അതായത് പ്രതിപക്ഷ നേതാവ്, പിന്നെ നമ്മൾ CM നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റർ അല്ലേ? അതായത് രണ്ടിടത്തും ഒരുപോലെ തന്നെയാണ്. സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും ഏകദേശം ഒരുപോലെ തന്നെയാണ്. സെൻട്രലിൽ പ്രധാനമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, അത് നമ്മുടെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റർ. സ്റ്റേറ്റ് ആകുമ്പോൾ മുഖ്യമന്ത്രി, പിന്നെ ഓപ്പോസിഷൻ ലീഡർ, പിന്നെ മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന മിനിസ്റ്റർ. ഓക്കെ, ക്ലിയർ ആണ്? അടുത്ത ചോദ്യം, under the Consumer Protection Act 1986, who among the following is the chairperson of Central Consumer Protection Council? ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ LD ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ കേന്ദ്ര കൺസ്യൂമർ
അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിന്റെ അധ്യക്ഷനാണെന്നാണ് ചോദ്യം. ആരാണ് കുട്ടികളെ? മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ദ കൺസ്യൂമർ അഫയേഴ്സ് ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്. അതായത് കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് അല്ലേ? കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പോഴത്തെ മന്ത്രി ആരാ? കൺസ്യൂമർ അഫയേഴ്സ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്നറിയാവൂടാ? നമുക്ക് ചോദിച്ചു, ഉപഭോക്തൃ കാര്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി നമുക്ക് ചോദിച്ചു പ്രിലിംസിന്. പ്രഹ്ലാദ് ജോഷിയാണ് കേട്ടോ, പ്രഹ്ലാദ് ജോഷിയാണ് ഉപഭോക്തൃ കാര്യം കൈകാര്യം ചെയ്യുന്നത്. പ്രഹ്ലാദ് ജോഷിയാണ് കേട്ടോ, പ്രഹ്ലാദ് ജോഷിയാണ് ഉപഭോക്തൃ കാര്യം എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് പ്രഹ്ലാദ് ജോഷിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് 2024 ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? 2019 അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പരീക്ഷ 2024 നടന്നത്. 2024 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് കണ്ട് 1986 പ്രകാരമാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ നോക്കി വെച്ചോണം കേട്ടോ, അത് ആക്ട് നോക്കി വെച്ചോണം. ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെടാ, ഇവിടെ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മളിതിപ്പോ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ് പറയുന്നത്. സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? ചെയർമാൻ ആരായിരിക്കും? സ്റ്റേറ്റ് എന്നുവെച്ചാൽ ഇതൊരു ത്രിതല ഘടനയുള്ള സംവിധാനമാണ് ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ടാകും, അതുപോലെ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ടാകും, അതുപോലെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അതായത് സെൻട്രൽ, സ്റ്റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട്. ഇവിടെ നമ്മൾ പറയുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ദ കൺസ്യൂമർ അഫയേഴ്സ് ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ അധ്യക്ഷൻ ആരായിരിക്കും? സിമ്പിൾ ആൻസർ ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. സംസ്ഥാനത്ത് ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. സംസ്ഥാനത്ത് ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും സംസ്ഥാന കൗൺസിലിന്റെ അധ്യക്ഷൻ. അതായത് നിലവിൽ ആരാണ് അധ്യക്ഷൻ? നമുക്കറിയാം, ഉപഭോക്തൃകാര്യ മന്ത്രി, സംസ്ഥാനത്ത് ഉപഭോക്തൃകാര്യ മന്ത്രി ആരാണ്? ഭക്ഷ്യ പൊതുവിതരണം, അതുപോലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ വരുന്നത് GR അനിലാണ് അല്ലെ? GR അനിലാണ് മന്ത്രി. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഡിസ്ട്രിക്ട്, അതായത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? അത് ഡിസ്ട്രിക്ട് കളക്ടറാണ് കേട്ടോ, ജില്ലാ കളക്ടർ ആയിരിക്കും അധ്യക്ഷൻ. മനസ്സിലായ? സെൻട്രൽ ആകുമ്പോൾ സെൻട്രൽ, അതായത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കും. സ്റ്റേറ്റ് ആവുന്ന സമയത്ത് സ്റ്റേറ്റിൽ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. ജില്ല ആവുമ്പോൾ, ഡിസ്ട്രിക്റ്റിലാവുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും കേട്ടോ അതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. Which among the following statement is not true regarding state and central public service commission? Public service commissions are advisory bodies. The members of the public service commission can be removed only by the President of India. The term of service of a member of the commission is fixed. The members of the state public service commission can be removed by the state legislature. ഇതില് നമുക്ക് എളുപ്പം ഇതിന്റെ ഉത്തരം എടുക്കാൻ പറ്റും. അതായത് രണ്ട് കാര്യങ്ങൾ നോക്കിയത്. അതായത് നമുക്കിതില് ഈ ആദ്യമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒന്നുകിൽ B അല്ലെങ്കിൽ D ആണ് ആൻസർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ബിയും ഡിയും ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാര്യങ്ങളാണല്ലേ. ബിയും ഡിയും നമുക്കിപ്പം ഇതിലൊക്കെ ചിലപ്പോൾ ഡൗട്ട് വരും, ഈ ഉപദേശക സ്ഥാപനങ്ങളാണോ അഡ്വൈസറി ബോഡീസ് ആണോ നമുക്ക് ഡൗട്ട് വരും. പക്ഷെ ആ ഡൗട്ടിനേക്കാളും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് ബിയും ഡിയും നോക്കി, കാരണം നോക്കി രണ്ടും ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. ഡി ഓപ്ഷനിൽ പറയുന്നു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. അതുവല്ല നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ലേ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിൽ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാ വരുന്നേ? പ്രസിഡന്റിനല്ലേ അധികാരം വരുന്നത്. അതെ, പ്രസിഡന്റിന് അധികാരം വരുന്നത്. അപ്പൊ ആ രീതി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതെ, അതായത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാൻ കഴിയത്തില്ല. കറക്റ്റ് ആണല്ലോ. ഓക്കെ,
ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണേ, ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയണം വളരെ. ഓക്കെ, ഇത് തന്നെ നമുക്കൊന്ന് റിവിഷൻ ചെയ്തിട്ട് പോവാം. എടാ, ഇത് ഈ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കണേ, പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഉപദേശക സ്ഥാപനം അല്ലെങ്കിൽ അഡ്വൈസറി ബോഡീസ് ആണെന്ന് മനസ്സിലാക്കുക. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്, അതിനൊപ്പം തന്നെ അതൊരു അഡ്വൈസറി ബോഡി ആയിട്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണെന്ന് പറഞ്ഞു. ഏത് പാർട്ടിലാ പറയുന്നേ? പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ്ടാ? പാർട്ട് 14 അല്ലേ? പാർട്ട് 14 പറയുന്നത്. പാർട്ട് 14 ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ് അല്ലേ? 315 മുതൽ 323 വരെയാണ് ആർട്ടിക്കിൾസ് വരുന്നത്. ഓക്കെ, ഞാൻ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണ്. ഈ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്ടാ? ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? നിയമിക്കുന്നത് ഗവർണറാണ് കേട്ടോ. നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ, നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ്? ചെയർമാൻ ആയാലും അംഗങ്ങളായാലും നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണ് അധികാരം. ഓക്കെ, ചെയർമാൻ ആയാലും അംഗങ്ങളായാലും നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണ്. ഓക്കെ, ഇനി നമുക്കതാ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് കമ്മീഷൻ അംഗത്തിന് സേവന കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. കാലാവധി ഉണ്ടോ അവർക്ക്? കാലാവധി ഉണ്ടല്ലേ? എത്രയാ കാലാവധി വരുന്നത്? എങ്ങനെയാണ് ഇവിടെ കാലാവധി വരുന്നത്? 6 വർഷം അല്ലെങ്കിൽ 5 അല്ല, തെറ്റിക്കരുത്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് കേട്ടോ. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾക്കുള്ള കാലാവധി എന്ന് പറയുന്നത്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. ഓക്കെ, അപ്പം നിയമനം ഗവർണർ പറഞ്ഞു, നീക്കം ചെയ്യൽ പ്രസിഡന്റ് പറഞ്ഞു. ഓക്കെ, ഇതിൽ ആർക്കെങ്കിലും രാജിവെക്കണമെങ്കിൽ രാജിക്കത്ത് ആർക്കാ കൊടുക്കേണ്ടത്? രാജിവെക്കണമെങ്കിൽ രാജിക്കത്ത് ആർക്കാ കൊടുക്കേണ്ടത്? രാജിക്കത്ത് കൊടുക്കേണ്ടത് ഗവർണർക്കാണ്. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. രാജിക്കത്ത് കൊടുക്കേണ്ടത് ഗവർണർക്കാണ് നൽകേണ്ടത്. ഓക്കെ, റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആർക്കാണ്? റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് വാർഷിക റിപ്പോർട്ട് എല്ലാ വർഷവും റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും ഗവർണർക്കാണ്. കേട്ടോ, ഗവർണർക്കാണ്. അതായത് നിയമനം, രാജിക്കത്ത്, റിപ്പോർട്ട് ഗവർണറാണ്. നീക്കം ചെയ്യൽ മാത്രമാണ് പ്രസിഡന്റിന് വരുന്ന കാര്യം. ഓക്കെ, ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഗവർണറുടെ കയ്യിൽ കിട്ടുന്ന ഈ റിപ്പോർട്ട് ഗവർണർ എന്ത് ചെയ്യും? ഗവർണറുടെ കയ്യിൽ കിട്ടുന്ന റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ വെക്കും. ഓക്കെ അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പൊ രാഷ്ട്രപതിയുടെ കയ്യിൽ കിട്ടുന്ന റിപ്പോർട്ടാണെങ്കിൽ രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരു സഭകളിലും സമർപ്പിക്കും. ഗവർണറുടെ കയ്യിൽ കിട്ടുന്ന റിപ്പോർട്ടാണെങ്കിൽ ഗവർണർ അതെന്ത് ചെയ്യൂടാ? നിയമസഭകളിൽ സമർപ്പിക്കും അല്ലേ? സമർപ്പിക്കും. അത് നമുക്ക് അത് ലോജിക്കലി നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി ഈ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര അംഗങ്ങളാകാമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര അംഗങ്ങളാകാമെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്? എത്ര അംഗങ്ങളാകാമെന്നാണ്? 21, 22 പറഞ്ഞു പോകുന്നത്. കേരളത്തിൽ 21 ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ 21 പറയുന്നത്? നിങ്ങൾ എവിടെയെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നിങ്ങൾ UPSC റിലേറ്റഡ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു കാണും. എവിടെയെങ്കിലും ഇങ്ങനെ ഒരു അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായത് അതിന്റെ ആൻസർ ഇങ്ങനെയാണ്: അംഗങ്ങളുടെ എണ്ണത്തെ സംബന്ധിച്ച് ഭരണഘടനയിൽ പരാമർശമില്ല. മനസ്സിലായ? എണ്ണം എത്ര എന്നുള്ള കാര്യം ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. ഇത് പഠിച്ചോണം, നോട്ട് എഴുതിക്കോണം. അനു എഴുതുന്നുണ്ടോ നോട്ട്? ഓക്കെ, അതായത് അംഗസംഖ്യയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, പരാമർശമില്ല. അംഗസംഖ്യയെ കുറിച്ചിട്ട് ഭരണഘടന പരാമർശമില്ല. പിന്നെ ഈ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ആരാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള തീരുമാനമെടുക്കുന്നത് ആരാണ്? വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ഈ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള തീരുമാനം വരുന്നത് ഗവർണറുടെ വിവേചനാധികാരത്തിലാണ് കേട്ടോ. ഗവർണറുടെ വിവേചനാധികാരമാണ്. ഗവർണറുടെ വിവേചനാധികാരത്തെക്കുറിച്ച് വിവേചനാധികാരത്തിലാണ് അംഗങ്ങളുടെ എണ്ണം വരുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ ഗവർണർ കേൾക്കാറുണ്ട് കേട്ടോ. മനസ്സിലായില്ലേ? അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത് ഗവർണറാണ്. അത് ഗവർണറുടെ വിവേചനാധികാരത്തിൽ വരുന്നൊരു കാര്യമാണ്. മനസ്സിലായോ?
അവിടെ ഈ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം ഗവർണർ കേൾക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്, അത് ഓർത്തിരിക്കുക. ഗവർണറുടെ അധികാരമാണ്, ഗവർണർ വിവേചന അധികാരത്തിൽ വരുന്ന കാര്യമാണ് അംഗസംഖ്യ തീരുമാനിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചെയർമാന്റെ പോസ്റ്റ് വേക്കന്റ് ആയിരുന്നു കഴിഞ്ഞാൽ അവിടെ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കാറുണ്ട്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാന്റെ പോസ്റ്റിൽ വേക്കന്റ് ആണെങ്കിൽ അവിടെ ആക്ടിംഗ് ചെയർപേഴ്സണെ ചെയർമാനെ നിയമിക്കാറുണ്ട്. അങ്ങനെ ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്ടാ? ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്, അറിയോ? ആരാണ് ആക്ടിംഗ് ചെയർമാനെ നിയമിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. അതും ഗവർണറാണ്. നമ്മൾ സുപ്രീം കോടതി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആരാ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ PSCയുടെ ചെയർമാന്റെ പോസ്റ്റ് വേക്കന്റ് ആണെങ്കിൽ അവിടെ പുതിയ അല്ലെങ്കിൽ ആക്ടിംഗ് ആയിട്ടുള്ള ഒരു ചെയർമാനെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. അതായത് ഗവർണർക്ക് വ്യക്തമായിട്ടുള്ള അധികാരം ഇവിടെ വരുന്നുണ്ട് കേട്ടോ, പല കാര്യങ്ങളിൽ. അതായത് നിയമനം, രാജിക്കത്ത്, റിപ്പോർട്ട്, അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്നത്, ആക്ടിംഗ് ചെയർമാന്റെ നിയമനം, ഇതെല്ലാം ഈ പറയുന്ന ഗവർണറുടെ അധികാരം തന്നെയാണ്. ഓക്കെ, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുകയാണ്. അതായത് ഇപ്പൊ നമ്മുടെ ഈ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് 62 വയസ്സാണ് അല്ലേ? ഞാൻ പറയുകയാണ്, മുമ്പ് 60 വയസ്സായിരുന്നു. ഒരു ഭേദഗതിയിലൂടെയാണ് ഈ 62 എന്നുള്ളത് 60 ആക്കിയത്. ശരിയോ തെറ്റോ? ഒരു ഭേദഗതിയിലൂടെയാണ് 62 എന്നത് 60 ആക്കിയത്. ശരിയോ തെറ്റോ? സോറി, തിരിച്ച് 60 ആയിരുന്നു, 62 ആക്കിയത് ഒരു ഭേദഗതിയിലൂടെയാണ്. 62 ആക്കിയത് ഒരു ഭേദഗതിയിലൂടെയാണ്. ശരിയോ തെറ്റോ? ഓക്കെ, ശരിയാണ്. എങ്കിൽ ഏത് ഭേദഗതിയിലൂടെയാണ് ഈ 60 എന്നുള്ളത് 62 ആക്കിയത്? 60 എന്നുള്ളത് 62 ആക്കിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഭേദഗതിക്ക് തൊട്ടുമുമ്പുള്ള ഭേദഗതിയാണ്. നമ്മൾ പഠിക്കുന്ന ഭേദഗതികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭേദഗതി ഉണ്ട്, അതിന് തൊട്ടുമുമ്പുള്ള ഭേദഗതിയാണ്. ഇനി പറ, നിങ്ങൾ ആര് ചിന്തിച്ച് കണ്ടെത്തി നോക്കട്ടെ. നമ്മൾ പഠിക്കുന്ന ഭേദഗതികളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭേദഗതി ഏതാണ്ട്? 42ാമത്തെ ഭേദഗതിയല്ലേ? അതിന് തൊട്ടുമുമ്പുള്ളത് 41 കേട്ടാ. അതായത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അല്ലെങ്കിൽ ഉയർന്ന പ്രായപരിധി എന്നത് 60 വയസ്സിൽ നിന്ന് 62 വയസ്സാക്കി ഉയർത്തിയത് 1976 തന്നെ 41ാം ഭേദഗതിയാണ് കേട്ടോ. 1976 41ാം ഭേദഗതി പ്രകാരമാണ് ഇത് ഉയർത്തിയത്. 76 തന്നെയാണ് 41ാം ഭേദഗതി. ഓക്കെ, മനസ്സിലായല്ലോ? അത് ഓർത്തിരുന്നോണം. ഇനി ഇവിടെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ പുറത്താക്കലിനെ കുറിച്ചല്ല, അംഗങ്ങളെ മറ്റൊക്കെ പുറത്താക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെ റീസൺ കൊണ്ട് പുറത്താക്കാം ഇവരെ? ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ റീസൺ കൊണ്ട് ഇവരെ പുറത്താക്കാൻ കഴിയും? എന്തൊക്കെ റീസൺ കൊണ്ട്? നമുക്കറിയാം, ചെയർമാൻ അത് തന്നെയാണ്. പാപ്പരായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ അവർ പാപ്പരായി മാറുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാറുണ്ട്? പുറത്താക്കാറുണ്ട്. മനസ്സിലായ? പാപ്പരായി മാറുകയാണെങ്കിൽ. ഇനി അതുപോലെ തന്നെ ഔദ്യോഗിക കാലയളവില് വേതനം പറ്റുന്ന മറ്റു തൊഴിലുകൾ വഹിക്കുകയാണെങ്കിൽ പുറത്താക്കും. മനസ്സിലായി? മറ്റു പദവികൾ, ഒന്ന് പാപ്പരായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ പുറത്താക്കും. 2 വേതനമുള്ള മറ്റു തൊഴിലുകൾ വഹിക്കുകയാണെങ്കിൽ, വേതനം പറ്റുന്ന അല്ലെങ്കിൽ പ്രതിഫലം പറ്റുന്ന മറ്റു തൊഴിലുകൾ വഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കും. പിന്നെ ഉള്ളത് മാനസികവും ശാരീരികവുമായിട്ടുള്ള സുഖമില്ലായ്മ. അദ്ദേഹത്തിന് ആ ഒരു പദവിയിൽ ഇരിക്കാൻ മാനസികമായും ശാരീരികമായും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുട്ടികളെ പുറത്താക്കും. അതായത് ആ പദവിയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് മാനസികമായും ശാരീരികമായിട്ടുള്ള കഴിവില്ലെന്നുണ്ട് കഴിഞ്ഞാൽ പുറത്താക്കും. ഓക്കെ, അതാണ് നമ്മൾ കഴിവില്ലായ്മ എന്ന് പറയുന്നത്. 4ാമത്തെ കാര്യം എന്താണ്? നമ്മൾ ഈ പറയാത്തൊരു റീസൺ എന്താണ്? പാപ്പരാവുക പറഞ്ഞു, മറ്റു തൊഴിലുകൾ ചെയ്യുക പറഞ്ഞു, മാനസികവും ശാരീരികവുമായിട്ടുള്ള കഴിവില്ലായ്മ പറഞ്ഞു. ഇനി എന്താണ് വരുന്നത്? ദുർവൃത്തി. അത് തന്നെയാണ് പെരുമാറ്റ ദൂഷ്യം. എന്താ കുട്ടികളെ? പെരുമാറ്റ ദൂഷ്യം കാരണവും എന്ത് ചെയ്യും? പുറത്താക്കും. കുട്ടികളെ പുറത്താക്കും. മനസ്സിലായല്ലോ? ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോണേ. ഈ പാപ്പരായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഡയറക്റ്റ് പുറത്താക്കാം.
മറ്റൊരു തൊഴിൽ വഹിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാലും രാഷ്ട്രപതിക്ക് ഡയറക്റ്റായിട്ട് പുറത്താക്കാം. മാനസികവും ശാരീരികവുമായിട്ടുള്ള കഴിവില്ലായ്മ എന്ന് മനസ്സിലാക്കിയാലും രാഷ്ട്രപതി ഡയറക്റ്റ് പുറത്താക്കാം. പക്ഷെ പെരുമാറ്റ ദൂഷ്യം അതൊരു റീസണാക്കി എടുത്ത് പുറത്താക്കണമെങ്കിൽ, രാഷ്ട്രപതിക്ക് എന്ത് ചെയ്താൽ മാത്രമേ, ഒരാളുടെ ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് പുറത്താക്കാൻ പറ്റത്തുള്ളൂ. അത് ആരുടെ ഉപദേശമാണ്? ഗവർണറല്ല. ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി കേട്ടോ. സുപ്രീം കോടതിയുടെ ഉപദേശം ലഭിച്ചാൽ മാത്രമേ അതായത് പെരുമാറ്റ ദൂഷ്യത്തിലൂടെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയോ അംഗങ്ങളെയോ പുറത്താക്കണമെങ്കിൽ, പെരുമാറ്റ ദൂഷ്യം എന്ന കാരണം കാണിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയോ അംഗങ്ങളെയോ പുറത്താക്കണമെങ്കിൽ ആരുടെ? സുപ്രീം കോടതിയുടെ ഉപദേശം ആവശ്യമാണ്. സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുന്നിൽ പെരുമാറ്റ ദൂഷ്യം തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. ഇനി സുപ്രീം കോടതി പുറത്താക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അത് നിരസിക്കാൻ കഴിയുമോ? പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ പെരുമാറ്റ ദൂഷ്യത്തിലൂടെ പുറത്താക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉപദേശമുണ്ടെങ്കിൽ അത് രാഷ്ട്രപതി നിർബന്ധമായും അനുസരിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ കുട്ടികളെ? മനസ്സിലായി. ഓക്കെ. അപ്പൊ നമ്മൾ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ ഈ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ഓക്കെ. നാളെ ചോദിക്കുമ്പോൾ ഇത് പഠിച്ചോണം കേട്ടോ. നോക്കിക്കോളാം. പാർട്ട് 14 പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയും പബ്ലിക് സർവീസ് കമ്മീഷൻ തന്നെയാണ്. നമ്മൾ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. നിയമനം, ഗവർണർ, നീക്കം ചെയ്യൽ പ്രസിഡന്റ്. ഒരു പ്രായപരിധി ഉണ്ട്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. ഓക്കെ. രാജിക്കത്ത് ഗവർണർ, റിപ്പോർട്ട് ഗവർണർ. ഈ റിപ്പോർട്ട് ഗവർണർ നിയമസഭയിൽ സമർപ്പിക്കും, വാർഷിക റിപ്പോർട്ട്. ഇനി അംഗസംഖ്യയെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശമില്ല. അംഗസംഖ്യ തീരുമാനിക്കുന്നത് ഗവർണറുടെ വിവേചന അധികാരമാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ഇവരുടെ ഈ വിരമിക്കൽ പ്രായം 60 വയസ്സായിരുന്നു മുമ്പ്. അത് 62 മാറ്റിയത് 1976 41 ഭേദഗതി പ്രകാരമാണ്. ഓക്കെ. ഇനി ഇവരെ പുറത്താക്കാനുള്ള റീസൺസ് എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇവരെ പാപ്പരായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുറത്താക്കും. വേതനം പറ്റുന്ന മറ്റു തൊഴിലുകൾ വഹിച്ചു കഴിഞ്ഞാൽ പുറത്താക്കും. മാനസികവും ശാരീരികവുമായിട്ടുള്ള കഴിവില്ലായ്മ കൊണ്ടും പുറത്താക്കും. പെരുമാറ്റ ദൂഷ്യം കൊണ്ടും പുറത്താക്കും. പെരുമാറ്റ ദൂഷ്യം കൊണ്ട് ഇവരെ പുറത്താക്കണമെങ്കിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ആവശ്യമാണ്. സുപ്രീം കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് അതനുസരിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേടാ? ഓക്കെയാണ്. ശരി. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് ആ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യടാ, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഏത് ക്വസ്റ്റ്യനാ? ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. 1949 നവംബർ 26 ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഈ 1949 നവംബർ 26 എന്താണ് പ്രത്യേകത? നിങ്ങൾ പറഞ്ഞേ. നമ്മുടെ ശ്രദ്ധിച്ചു കേട്ടോണേ. 1949 നവംബർ 26 നമ്മുടെ ഒരു സെക്കൻഡ് വെള്ളം ഒന്ന് 49 നവംബർ 26 നമ്മളെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്? നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നത് അല്ലേ? ഓക്കെ. ഒരു സെക്കൻഡ് എടാ. ശരി. അംഗീകരിക്കുന്നത് 49 നവംബർ 26 പക്ഷെ ഒപ്പുവയ്ക്കുന്നത് 49 നവംബർ 26 ഒപ്പുവയ്ക്കുന്നത് 49 നവംബർ 26 അല്ല. ഒപ്പുവയ്ക്കുന്നത് എപ്പോഴാണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പുവയ്ക്കുന്നത് 1950 ജനുവരി 24 ഒപ്പുവയ്ക്കുന്നത്. ഇത് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഈ ഡേറ്റ് മാത്രമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യുന്നത്? പരാമർശിക്കുന്നത് അല്ലെ? 1949 നവംബർ 26 ഡേറ്റ് നമ്മുടെ പ്രിയാമ്പിൾ, നമ്മൾ ആമുഖത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പരാമർശിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്: 49 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകൾ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ. അതിൽ പൗരത്വമുണ്ട് പിള്ളേരെ, പൗരത്വമുണ്ട്,
പൗരത്വമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരെണ്ണം പൗരത്വമാണ്. അത് 49 നവംബർ 26 തന്നെ എന്ത് ചെയ്തു, നിലവിൽ വന്നു. ഇനി രണ്ടാമത്തത് തിരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തത് തിരഞ്ഞെടുപ്പ്. എന്താണ് പിള്ളേരെ? തിരഞ്ഞെടുപ്പ് എന്ന വ്യവസ്ഥ 49 നവംബർ 26 തന്നെ എന്ത് ചെയ്തു, നിലവിൽ വന്നു. മൂന്നാമത് നിലവിൽ വന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താൽക്കാലിക പാർലമെന്റ് എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. താൽക്കാലിക പാർലമെന്റ് എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. ഓക്കെ. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈറ്റിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ തലക്കെട്ടുകൾ അല്ലെ, ഓരോ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്ട് ടൈറ്റിൽസ് നിലവിൽ വന്നു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള വ്യവസ്ഥകൾ, താൽക്കാലികവും പരിവർത്തവുമായിട്ടുള്ള, അല്ലെങ്കിൽ അത് മാറ്റം വരുത്താൻ കഴിയുന്നതുമായിട്ടുള്ള വ്യവസ്ഥകൾ, പരിവർത്തവുമായിട്ടുള്ള വ്യവസ്ഥകൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 49 നവംബർ 26 നിലവിൽ വന്നത്. അതായത് പൗരത്വം നിലവിൽ വന്നു. 1 പൗരത്വം. 2 തെരഞ്ഞെടുപ്പ് നിലവിൽ വന്നു. 3 താൽക്കാലിക പാർലമെന്റ് എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. ഷോർട്ട് ടൈറ്റിൽസ് എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. അതായത് ഹ്രസ്വ തലക്കെട്ടുകൾ എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. പിന്നെ അടുത്തതായിട്ട് ഏതാണ് കുട്ടികളെ? ഈ പറയുന്ന താൽക്കാലികവും പരിവർത്തവുമായിട്ടുള്ള വ്യവസ്ഥകൾ. ഇത്രയും കാര്യങ്ങൾ 49 നവംബർ 26 തന്നെ എന്ത് ചെയ്തു, നിലവിൽ വന്നു. ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26 മനസ്സിലായോ? 1950 ജനുവരി 26 പ്രാബല്യത്തിൽ വന്നത്. മനസ്സിലായല്ലോ? അതെ, 1950 ജനുവരി 26 എന്ത് ചെയ്ത് പ്രാബല്യത്തിൽ വന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. 1950 ജനുവരി 26 ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോഴ്, അതിനു മുമ്പ് ഈ 1950 ജനുവരി 26 വരെ നമ്മള് ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് പകരമായിട്ട് നമ്മൾ ഫോളോ ചെയ്തു വന്ന ഒരു സംവിധാനമുണ്ട്. ഏതാണ്? ഒരു ആക്ട് ഉണ്ട്. ഏത് ആക്ടാണ്? അതായത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഓക്കെ. ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് എന്ത് സംഭവിച്ചു ഒന്ന് പറയാമോ ആർക്കെങ്കിലും? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് എന്ത് സംഭവിച്ചു? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് എന്ത് സംഭവിച്ചു കുട്ടികളെ? ആർക്ക് പറയാം? 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ റദ്ദായി. സിമ്പിൾ കാര്യമല്ലടാ, അത് ആലോചിച്ചാൽ മനസ്സിലാവൂലേ? കോൺസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോഴ് എന്തായി? കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നപ്പോഴ് അത് റദ്ദാക്കപ്പെട്ടു. അവിടെ വേറെ ഒന്നും അതിന്റെ ആവശ്യമില്ലല്ലോ ഇനി. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1950 ജനുവരി 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ടു. ഇനി ഒരു പ്രധാനപ്പെട്ട ആക്ടും കൂടി ഈ ഒരു 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഏത് ആക്ടാണത്? 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് റദ്ദാക്കപ്പെട്ടു നമ്മൾ പറഞ്ഞു. ഇനി ഒരു പ്രധാനപ്പെട്ട ആക്ടും കൂടി ഉണ്ട്. അത് ഏത് ആക്ടാണ്? സിമ്പിൾ ആണ്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടും എന്ത് ചെയ്തു കുട്ടികളെ? നിർത്തലാക്കപ്പെട്ടു. മനസ്സിലായോ? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടും നിർത്തലാക്കപ്പെട്ടു. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. 1949 നവംബർ 26 പ്രാബല്യത്തിൽ വന്ന വ്യവസ്ഥകൾ: 1 പൗരത്വം, 2 തെരഞ്ഞെടുപ്പ്, 3 താൽക്കാലിക പാർലമെന്റ്, 4 ഷോർട്ട് ടൈറ്റിൽസ്, 5 താൽക്കാലികവും പരിവർത്തവുമായ വ്യവസ്ഥകൾ. ഓക്കെ. അടുത്തത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബാക്കിയുള്ള എല്ലാ വ്യവസ്ഥകളും 1950 ജനുവരി 26 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോഴാണ് എന്ത് ചെയ്തത് കുട്ടികളെ? അത് എല്ലാം പ്രാബല്യത്തിലായത്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നപ്പോൾ, പ്രാബല്യത്തിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ. അത് 1 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും 1 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടുമാണ്. 1 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും മറ്റൊന്ന് 47 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടുമാണ്. ഓക്കെ അല്ലേ? 49 നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷനില് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ല, അത് പ്രകാരമാണ് നമുക്ക് ഇത് കിട്ടിയത്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്.
നമുക്ക് ആ നിയമപ്രകാരം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള വ്യവസ്ഥകളൊക്കെയാണ് അതിൽ പറയുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ രാജ്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നതോടുകൂടി നമ്മളൊരു പരമാധികാര രാജ്യമായി മാറി. മനസ്സിലായ? സ്വാതന്ത്ര്യം കിട്ടുക എന്നിട്ട് നമുക്ക് നമ്മുടെ പരമാധികാരം തിരിച്ചു കിട്ടുകയല്ലേ. നമ്മളെ രാജ്യം എന്തായി മാറി? ഒരു പരമാധികാര രാഷ്ട്രമായി മാറി. പിന്നെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമത്തിന് ഇവിടെ പ്രാബല്യം, ഇവിടെ വിലയില്ലല്ലോ. മനസ്സിലായ? നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലയിൽ വന്നതോടുകൂടി നമ്മളൊരു പരമാധികാര രാഷ്ട്രമായി മാറി. ഓക്കെ, നമുക്ക് 47 സ്വാതന്ത്ര്യമേ കിട്ടിയിട്ടുള്ളൂ. നമ്മളൊരു പരമാധികാര രാഷ്ട്രമായത് എപ്പോഴാണ്? നമ്മളൊരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമായത് എപ്പോഴാണ്? നമ്മളൊരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമായി മാറിയത് 1950 ജനുവരി 26-നാണ് കേട്ടോ. ഓക്കെ, സ്വാതന്ത്ര്യം മാത്രമേ 47 കിട്ടിയിട്ടുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴാണോ നിലയിൽ വന്നത് അപ്പോഴാണ് നമ്മളൊരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കൻ രാഷ്ട്രമായിട്ട് മാറിയിട്ടുള്ളത് കേട്ടോ. അത് മനസ്സിലാക്കുക. ഓക്കെ, ശരി. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ 50 ജനുവരി 24 പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ജനുവരി 24 ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങളിൽ ഒപ്പുവയ്ക്കുന്നത്. എത്ര അംഗങ്ങളെ ഒപ്പുവെച്ചേ? എത്ര അംഗങ്ങളാ കുട്ടികളെ? 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത്. 284 അംഗങ്ങളാണ് ഒപ്പുവെച്ചത് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. ക്ലിയർ ആണ്? ശരി. അപ്പൊ നമുക്ക് 10 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തരും കിട്ടിയ മാർക്ക് ഒന്ന് കമന്റ് ചെയ്തേ. 11 നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നാളെ പഠിക്കുക.